വി.ഡി. മന്ത്രിസഭയിൽ RC ഉണ്ടാകുമോ? വിശദമായി നോക്കാം. ഉച്ചവാർത്തയിൽ ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. 2 മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ ഉറച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം നിർണായകം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി UDF യോഗം വൈകിട്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി വി.ഡി. സതീശൻ. രമേശ് ചെന്നിത്തലയെ സതീശൻ വീട്ടിലെത്തി കണ്ടു. ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും ചെന്നിത്തല. ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്ന് വി.ഡി. സതീശൻ. മുൻ സർക്കാരിന്റെ പദ്ധതികൾ നിർത്തില്ലെന്നും സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില കൂട്ടി. ഡീസലിനും പെട്രോളിനും 3 രൂപയുടെ വർധന. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മോദി ഇന്ന് UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാകും. SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഇന്ന് 3 മണിക്ക്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫലം പ്രഖ്യാപിക്കും. ഫലം കാത്ത് 4,17,497 വിദ്യാർത്ഥികൾ. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21-ന്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി CBI. കൂടുതൽ അറസ്റ്റിന് സാധ്യത. 10 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച തട്ടിപ്പിൽ ഇതുവരെ അറസ്റ്റിലായത് 7 പേർ. വി.ഡി. മന്ത്രിസഭയിൽ RC ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും മൗനം വെടിഞ്ഞു രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണയുണ്ടാകും. സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അക്കാര്യത്തിൽ സതീശന് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എല്ലാ വിവരങ്ങളും രാവിലെ നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞിട്ട് പത്രക്കാരോടുണ്ടായിരുന്നു ഗുരുവായൂർ. അവരോടെല്ലാം വളരെ വിശദമായിട്ട് അതിനപ്പുറത്തേക്ക് ദയവായി ഒന്നും ചോദിക്കരുത്. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മൗനം തുടരുകയായിരുന്നു രമേശ് ചെന്നിത്തല. രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരോട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടെന്നും അതിനപ്പുറം പുതിയതായി ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരിൽ തൊഴാൻ പോകാറുണ്ടെന്നും ആ നിലയ്ക്കാണ് വെള്ളിയാഴ്ച ദർശനം നടത്തിയതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെത്തിയ രമേശ് ചെന്നിത്തലയെ വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പരിഭവമുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി വി.ഡി. സതീശൻ. രമേശ് ചെന്നിത്തലയെ സതീശൻ വഴുതക്കാട്ടെ വസതിയിലെത്തി കണ്ടു. ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, പറഞ്ഞ പോലെ തന്നെ വി.ഡി. മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രമുഖ നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുന്ന സമയമാണ് നിയുക്ത മുഖ്യമന്ത്രിയുടേത്. വി.ഡി. സതീശനെ നേരിട്ട് മന്ത്രിസഭയിലേക്ക് വിളിക്കും. അതിനപ്പുറത്തേക്ക് ഒരു അനുനയ ചർച്ച ഇന്നുണ്ടാകുമോ? എങ്ങനെയായിരിക്കും രമേശ് ചെന്നിത്തലയുടെ പരിഭവം പരിഹരിക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്.
അമ്പിളി, അത് തന്നെയാണ്. രമേശ് ചെന്നിത്തലയെ കാണാനായി അല്പം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയത്. നമുക്കറിയാം, രാവിലെ അദ്ദേഹത്തിനെ കാണാനായി എത്തിയെങ്കിലും അതിന് കൂട്ടു നിൽക്കാതെ രമേശ് ചെന്നിത്തല ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഗുരുവായൂരിൽ നിന്ന് എത്തിയ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അതിനുശേഷം ഇപ്പോഴായിരുന്നു സമയം കിട്ടി. ഇപ്പോൾ സമയം അതനുസരിച്ച് ഒരു 12:15-12:30 ഇവിടെ എത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വസതിയിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയത്. അവിടെ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നയിച്ചത്. ഇപ്പോൾ വി ഡി സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ കൂടിക്കാഴ്ച ശേഷം പുറത്തിറങ്ങുന്നു. അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ ഒപ്പം തന്നെ ഒറ്റ ഫ്രെയിമിൽ ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു. രമേശ് ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുന്ന, പ്രതിഷേധിച്ചു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ കണ്ട് അകത്തു നിന്ന് സംസാരിച്ച അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ടെത്തി സംസാരിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരുമിച്ച് നിൽക്കാനായി അവർ രണ്ടുപേരും ഒറ്റ ഫ്രെയിമിൽ വരുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയെ ഒറ്റ ഫ്രെയിമിൽ അനുനയിപ്പിച്ച് ഇവർ അനുനയിച്ചു വരുന്ന അനുനയത്തിന്റെ പാതയിലാണോ രമേശ് ചെന്നിത്തല എന്നത് നമുക്ക് ഇപ്പോൾ പറയാനാവുകയില്ല. അതേസമയം ആ സൗഹൃദ സന്ദർശനത്തിന് ശേഷം ഇരുവരും ഒരുമിച്ച് വരുന്നു. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇവർ പറയാൻ പോകുന്നത്, അതായത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കേൾക്കാം. ഒരു അനുനയത്തിന്റെ പാത, കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. അതായത് വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയും രമേശ് ചെന്നിത്തല ഒരു മന്ത്രിയായി ഉണ്ടാകുമോ, അഥവാ ഉണ്ടാകുമെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഏറ്റവും അതിപ്രധാനമായ വകുപ്പ് തന്നെയാകും രമേശ് ചെന്നിത്തല ചോദിക്കുക. അതിന് ഉപാധികൾ ഇപ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാക്കുകൾ മാധ്യമങ്ങളോട് പറയാൻ സൗഹൃദ രമേശ് ചെന്നിത്തലയെ വന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറയുകയാണ്. എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് കേൾക്കാം. കൂടിക്കാഴ്ച ചെറുപ്പത്തിലോട്ട് എൻ്റെ കാലത്തും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. കാര്യങ്ങളാണ് അത്. അദ്ദേഹവുമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂരിൽ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല, ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? He was my leader. He was my leader. When I was a student, he was my leader. Always he was my leader. Now also he is my leader. No doubt. Meeting. He for taking this photo. Always his presence will be and support will be with me. I'm sure. This is a meeting of two brothers, nothing more. Both of you seems to be That will be decided by the party, and they will. The party leaders will discuss with him. The party leaders will discuss with him. Then we will take a decision.
after getting his opinion, then only party will decide. അത് വൈകുന്നേരം ഒക്കെ പറയാം. ഓക്കെ ഓക്കെ ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ട് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കൂടിക്കാഴ്ച പൂർത്തിയായി. തങ്ങൾ തമ്മിൽ ഒരു ഉപാധിയുമില്ല. രമേശ് ചെന്നിത്തല തനിക്ക് തൻ്റെ നേതാവാണ്, ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. അതേസമയം മന്ത്രിസഭയിലേക്കുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. ഇപ്പോഴും മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ആയിട്ടില്ല. വിശദാംശങ്ങളുമായി അൺഫ്ലി ഡിസൂസ ചേരുന്നു. അൺഫ്ലിറ്റ്, മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയോ, വി ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് നേരിട്ട് ക്ഷണിച്ചോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. തീർച്ചയായും അമ്പിളി, ഇതിൽ മഞ്ഞുരുകിയിട്ടുണ്ടോ, സമവായത്തിലേക്ക് അയഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, രാവിലെ അദ്ദേഹത്തെ കാണാനായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടെ എത്തിയെങ്കിൽ അതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല ഇവിടെ നിന്നൊരു ബന്ധുവീട്ടിലേക്ക് എന്ന രീതിയിൽ പോവുകയായിരുന്നു. പക്ഷേ അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഒരു 12 മണി 12:30 ആകുമ്പോഴാണ് വി ഡി സതീശൻ ഇവിടെ എത്തുന്നു. അതായത് രണ്ടാമതും അദ്ദേഹം എത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വസതിയിലെത്തി നേരിട്ട് കാണുന്നു. അങ്ങനെ ആ സൗഹൃദ കൂടിക്കാഴ്ച ഏറെ നേരം നീണ്ടു നിന്നു തന്നെയാണ് പറയേണ്ടത്. ആ സൗഹൃദ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ പുറത്തേക്ക് വന്നപ്പോഴാണ്, അതായത് ഇത് സൗഹൃദ കൂടിക്കാഴ്ച എന്നതല്ല ശരിക്കും ഇത് പറയേണ്ടത്, ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം ആ രീതിയിൽ കടുത്ത ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം MLA പദവി പോലും താൻ രാജിവെച്ച് MLA സ്ഥാനം പോലും ചിലപ്പോൾ രാജിവെക്കേണ്ടി വരുമെന്ന അഭ്യൂഹങ്ങൾ പോലെ പറഞ്ഞിരുന്ന അത്രയേറെ നിർണായകമായ കടുത്ത നിലപാടിലേക്കൊക്കെ രമേശ് ചെന്നിത്തല പോകുമോ എന്നുള്ള ആകാംക്ഷ തന്നെയായിരുന്നു. അത് ഹൈക്കമാൻഡിനായാലും കോൺഗ്രസ് നേതൃത്വത്തിനായാലും. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും, കാരണം ഇത്രയേറെ തിളക്കമാർന്ന ഒരു വിജയം നേടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അത് എന്തൊക്കെ പൊട്ടിത്തെറികളിലേക്കും പ്രകമ്പനങ്ങളിലേക്കും സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയം നേടേണ്ടി വരിക എന്ന് വളരെ കൃത്യമായി തന്നെ വി ഡി സതീശനായാലും ഹൈക്കമാൻഡിനായാലും അറിയാം. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാമോ ആ അനുനയത്തിന്റെ പാതയിൽ അദ്ദേഹത്തെ സമവായത്തിൽ എത്തിക്കുക, അത് തന്നെയാണ് വി ഡി സതീശന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം 3 ദിവസം മാത്രമേ ഉള്ളൂ, സത്യപ്രതിജ്ഞ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. ആ സത്യപ്രതിജ്ഞ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച ചെയ്യുന്ന സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്താൽ തൊട്ട് പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്തേ മതിയാകൂ. പാർട്ടിയിലെ മന്ത്രിസഭയിലെ ഏറ്റവും രണ്ടാമനായി രമേശ് ചെന്നിത്തല തന്നെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ആ തിളക്കമാർന്ന വിജയത്തിന്, വി ഡി സതീശന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിസ്മയമായ വിജയവും അതോടൊപ്പം തന്നെ വിസ്മയമായ അതിമനോഹരമായ മന്ത്രിസഭാ രൂപീകരണത്തിന് അത്രയേറെ ശോഭയും നിറവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ അങ്ങനെ അനുനയിപ്പിക്കാൻ തന്നെയാകും ഇനിയുള്ള ഈ 3 ദിവസം അവർ കിണഞ്ഞ് പരിശ്രമിക്കുക. അതിന്റെ ഭാഗമായി തന്നെയാണ് രമേശ് ചെന്നിത്തലയെ നേരിട്ട് വീട്ടിൽ വന്ന് കാണാനായി വി ഡി സതീശൻ വന്നത്. പക്ഷേ അതിനുശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ക്യാബിനറ്റിൽ ഉണ്ടാകുമോ എന്നും. അന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്, ഗുരുവായൂർ വെച്ച് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അദ്ദേഹവും പറയുന്നത് അത് ക്യാബിനറ്റിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് പാർട്ടി തീരുമാനിക്കും. ആരൊക്കെ ക്യാബിനറ്റിൽ ഉണ്ടാകും, കാരണം അത് വ്യക്തമായ ഉത്തരം ഇപ്പോൾ അവർക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ അനുനയത്തിന്റെ പാതയിൽ അദ്ദേഹം പൂർണ്ണമായും സമവായത്തിൽ അനുനയത്തിൽ എത്തിയിട്ടുള്ളൂ ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും ആ സൗഹൃദ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വി ഡി സതീശൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യം അതിൽ നിന്ന് മാറി നിന്നെങ്കിലും പിന്നീട് അദ്ദേഹം സ്വീകരിച്ചു. ഇരുവരും തമ്മിൽ സൗഹൃദപരമായി കൂടിക്കാഴ്ച അകത്ത് നടന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ അനുഭവിച്ചില്ലെങ്കിലും വി ഡി സതീശന്റെ ഓഫീസിൽ നിന്നുള്ളവർ നൽകിയ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ അവർ സൗഹൃദമായി തന്നെയായിരുന്നു ഇരുവരും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളോ തുടർ നിലപാടുകളും നടപടികളും എന്തൊക്കെ ഉപാധികളാണ് ഇനി മുന്നോട്ട് വയ്ക്കുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം KPCC അധ്യക്ഷ പദവിയിലേക്ക് തന്റെ അനുയായിയുടെ പേര് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ എത്രത്തോളം ഇനി ഉണ്ടാകും, കാരണം ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂർ
മണിക്കൂറുകളിലെ ഇവരുടെ തുടർ ചർച്ചകളൊക്കെ ആകും അതിപ്രധാനമായി വരിക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വി ഡി സതീശനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി, പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയുള്ള ഒരു UDF സർക്കാരിന്റെ രൂപീകരണത്തിന് ഒട്ടും വഴങ്ങുകയില്ല. അത് ജോസഫ് ഗ്രൂപ്പ് ആയാലും RSP ആയാലും അതിനൊരിക്കലും വഴങ്ങുകയില്ല. കാരണം അത്രയും തലമുതിർന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയുള്ള ഒരു സമവായത്തിനൊന്നും തന്നെ അവർ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല എങ്ങനെയായാലും രമേശ് ചെന്നിത്തലയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ ചർച്ചയും രൂപീകരണത്തിലേക്ക് തന്നെയാണ് പോകുക. അത് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ കയ്യിലെ പിടിവള്ളി. അതുകൊണ്ട് അദ്ദേഹം പരമാവധി എല്ലാ ഉപാധിയും മുന്നോട്ട് വെച്ച് ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാകും രമേശ് ചെന്നിത്തലയും സ്വീകരിക്കുക. എന്തായാലും ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും കടുത്ത അമർഷത്തിലായ രമേശ് ചെന്നിത്തല ചെറിയ തോതിൽ അദ്ദേഹത്തിനൊന്ന് മയപ്പെട്ടു എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്ന രമേശ് ചെന്നിത്തലയുടെ ഈ വസതിയിൽ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അമ്പിടി. ശരി, വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച അവസാനിച്ചു, മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം അയഞ്ഞോ എന്നുള്ളത് അറിയില്ല. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെയും ഒപ്പം UDF-ന്റെയും ഒക്കെ ഇമേജിനെ നിലവിലെ സാഹചര്യത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉറ്റുനോക്കുന്നത് അദ്ദേഹം ക്യാബിനറ്റിലേക്ക് വരുമോ, വരികയാണെങ്കിൽ ഏത് വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അൺഫിലിറ്റ് ഡിസൂസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹൈക്കമാൻഡ് എല്ലാ വിഭാഗം നേതാക്കളുമായി ചർച്ച നടത്തിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ജനവികാരവും കോൺഗ്രസ് നേതാക്കളുടെ വികാരവും കണക്കിലെടുത്താണ് തീരുമാനം. രമേശ് ചെന്നിത്തല എല്ലാ കാലത്തും ഹൈക്കമാൻഡിന്റെ നിലപാടുകൾ അംഗീകരിച്ച അച്ചടക്കമുള്ള വ്യക്തിയാണ്. മന്ത്രിസഭയിലേക്ക് രമേശ് എത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡും അദ്ദേഹവുമാണ്. രമേശിനെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണെന്നും അദ്ദേഹം ഗുരുവായൂരിൽ പറഞ്ഞു. എല്ലാവരുമായിട്ട് വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി അവസാനമെത്തിയൊരു കൺക്ലൂഷനാണ് ശ്രീ വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊക്കെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ ഫീൽഡിലൊക്കെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. ലീഗിന് എത്ര മന്ത്രിമാരുണ്ടാകുമെന്ന ചർച്ചകൾ തിരുവനന്തപുരത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിൽ ഒരു അലോസരവും ഉണ്ടാകില്ല, എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കും. തിങ്കളാഴ്ച ലീഗ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ഞങ്ങള് തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട്, അവിടെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. അതിലൊന്നും ഒരു അലോസരമൊന്നും ഉണ്ടാവില്ല, ഒക്കെ നല്ല അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ തീരും. ഇപ്പോൾ ജനവിധി അത്ര ക്ലാരിറ്റി ഉള്ളതാണ്. ആ ക്ലാരിറ്റി ഉള്ള ജനവിധിയെ ഒന്ന് ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. എല്ലാം വളരെ രമ്യമായി എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ലീഗിനും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ല, അത് ഇന്ന് വൈകുന്നേരം UDF ചേരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മുഖ്യമന്ത്രി പറയുമ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടി കൊടുക്കേണ്ട എല്ലാ പരിഗണനയും നൽകിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വീകരിക്കാനും നിരാകരിക്കാനും രമേശ് ചെന്നിത്തലയ്ക്ക് അവകാശമുണ്ട്. അദ്ദേഹം ക്യാബിനറ്റിൽ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. കേരളത്തിലെ എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണയും വിശ്വാസവും നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും പ്രതീക്ഷയും മുഖ്യമന്ത്രിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. തീരുമാനിക്കേണ്ട വിഷയമാണ്. ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയോട് മന്ത്രിസഭയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത് സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അദ്ദേഹം മന്ത്രിയാവണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ അറിയിക്കും. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധനവ്. പെട്രോളിനും ഡീസലിനും 3 രൂപ വീതമാണ് കൂടിയത്. ഇതോടെ പെട്രോൾ വില 94 രൂപ 77 പൈസയിൽ നിന്നും 97 രൂപ 77 പൈസയായി. ഡീസൽ വില 87 രൂപ 67 പൈസയിൽ നിന്നും 90 രൂപ 67 പൈസയായും വർദ്ധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്യത്ത് ഇന്ധനവില വർധനവ് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3.04 രൂപ വീതമാണ് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് 108.62 രൂപയായി. ഡീസൽ വില ലിറ്ററിന് 97.55 രൂപയായും ഉയർന്നു.
പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതിനൊപ്പം CNG വിലയിലും മാറ്റം വന്നിട്ടുണ്ട്. 2 രൂപയാണ് CNG വില വർദ്ധിപ്പിച്ചത്. ഇന്നലെ വരെ എല്ലാവരും വില കൂടുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയാമായിരുന്നു. അവർ മിക്കവരും ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടാണ് എല്ലാവരും പോയിരുന്നത്. എല്ലാവർക്കും അവയർനെസ് ഉണ്ടായിരുന്നു, ഓൾറെഡി കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ചെന്നൈയിൽ പെട്രോൾ ലിറ്ററിന് 103 രൂപ 67 പൈസയും ഡീസലിന് 95 രൂപ 25 പൈസയുമാണ് പുതിയ നിരക്ക്. ഡൽഹിയിൽ പെട്രോളിന് 97 രൂപ 44 പൈസയും ഡീസലിന് 90 രൂപ 67 പൈസയുമായി. ഇന്ധനവില വർദ്ധിക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. ഇന്ധനവില കൂടിയ പശ്ചാത്തലത്തിൽ എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ശമ്പളം കൂടുന്നില്ല, പക്ഷെ നേരെ തിരിച്ച് ബാക്കി സാധനങ്ങൾക്കെല്ലാം വില കൂടും. അവിടുത്തെ യുദ്ധ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരുമെന്ന് അറിയായിരുന്നു. വില വർദ്ധിക്കണമല്ലോ, കാര്യം യുദ്ധമല്ലേ, അതുകൊണ്ട് വർദ്ധിച്ചതല്ലേ. അതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, അല്ലാണ്ട് നമുക്കിവിടെ ഇന്ത്യയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധനങ്ങളൊക്കെ അതിൻ്റെ ആയിട്ടുള്ള വില കൂടിയെങ്കിൽ തൊഴിൽപരമായിട്ടും പൈസ കൂട്ടിയിട്ടില്ല. എല്ലാ കാശിനും ഇപ്പോൾ ഹോട്ടലിൽ പൈസ കൂട്ടി, അവർ സാധനങ്ങൾക്ക് വില കൂട്ടിയില്ല. ഗ്യാസിന് പൈസ കൂട്ടി, അവർ ആ പേരും പറഞ്ഞ് സാധനത്തിന് പൈസ കൂട്ടിയില്ലേ. ഒരു ചായ കുടിക്കണ ഇപ്പോൾ 12 രൂപ മേടിക്കണം, പാലിന് വില കൂട്ടി. അങ്ങനെ എല്ലാ സാധനം കൂട്ടിയെങ്കിൽ അനുസരിച്ച് എല്ലാം കൂടുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടങ്ങി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. UAE അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകി മോദിയെ സ്വീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും അതിനെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയുടെയും ഘട്ടത്തിലാണ് നിർണായക സന്ദർശനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്ന നിർണായകമായ സന്ദർശനമായിരിക്കും ഇത്. പ്രതിരോധം, ഊർജ്ജം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ പരസ്പര സഹകരണമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് UAE. $3700 കോടി കയറ്റുമതിയാണ് നിലവിൽ നടക്കുന്നത്. 20 വരെ നീളുന്ന ലോക പര്യടനത്തിന്റെ തുടക്കത്തിലാണ് UAE സന്ദർശനം. SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫാണ് ഫലം പ്രഖ്യാപിക്കുക. 4,17,497 പേരാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങും. ഈ മാസം തന്നെ ട്രയൽ അലോട്ട്മെന്റ് നടത്താനാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൈറ്റുകളിലും ഫലം അറിയാൻ സാധിക്കും. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ NEET UG പുനഃപരീക്ഷ ജൂൺ 21 നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചു. മെയ് മാസത്തിലെ പരീക്ഷയ്ക്കായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പുനഃപരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അധിക ഫീസ് ഈടാക്കില്ല. നേരത്തെ അടച്ച ഫീസ് തിരിച്ചു നൽകും. എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ അഡ്മിറ്റ് കാർഡുകൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വിതരണം ചെയ്യും. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത പരീക്ഷാ നഗരങ്ങളിൽ മാറ്റമുണ്ടാകില്ല. പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി അനുവദിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷാ തീയതി പുറത്തുവിട്ടതിന് പിന്നാലെ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിൽ സുപ്രധാനമായ പരിഷ്കരണം പ്രഖ്യാപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത വർഷം മുതൽ NEET UG പരീക്ഷ പൂർണ്ണമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായി നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. അമൃത ടെലിവിഷൻ കളിയിൽ അല്പം കാര്യം സീസൺ 2 കണ്ണൂർ എഡിഷന് തുടക്കമായി. പ്രൗഢമായ ചടങ്ങിന്റെ ഉദ്ഘാടനം കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി നിർവഹിച്ചു. ലക്ഷ്യത്തിനു വേണ്ടി ഏത് ത്യാഗം സഹിക്കാനും മനോനിയന്ത്രണത്തിലൂടെ ലക്ഷ്യം നേടിയെടുക്കാനും മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കണമെന്ന് വിദ്യാർത്ഥികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിക്കുന്ന വേനൽ ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ യോഗ, അഭിനയ പരിശീലന കളരി, മാജിക്, സുംബ തുടങ്ങിയവ നടക്കും. പ്രശാന്ത് നായർ IAS നയിക്കുന്ന ക്ലാസുകളുമുണ്ട്. നമുക്ക് അറിവ് ലഭിക്കുവാൻ, ജ്ഞാനം ലഭിക്കുവാൻ ആദ്യമായി വേണ്ടത് നമുക്ക് ആത്മവിശ്വാസമാണ്. കുറച്ച് ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അതോടൊപ്പം ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് അറിവ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരനായിരിക്കണം എന്നുള്ളതാണ്. തത്പരൻ എന്നുള്ളതിന് നമുക്ക് താല്പര്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും തത്പരഹ എന്ന് പറയുമ്പോൾ അത് തന്നെ പരം എന്നുള്ള അർത്ഥമാണ്. അതായത് അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. അറിവിലൂടെ മാത്രമേ ജീവിതത്തിൽ സുഖം ഉണ്ടാവുകയുള്ളൂ, സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ആ അറിവ് നേടാൻ ഏത് വിധത്തിലുള്ള ത്യാഗങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
IPL-ൽ ഇന്ന് ലക്നൗ ചെന്നൈയെ നേരിടും. രാത്രി 7:30 ലക്നൗ ഏക്നാഥ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ചെന്നൈക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ലക്നൗ പ്ലേ ഓഫ് സാധ്യത കാണാതെ പുറത്തായിരുന്നു. ഇന്നത്തേത് കൂടാതെ ചെന്നൈക്ക് ഇനി 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. 18-ന് ഹൈദരാബാദിനെതിരെയും 21-ന് ഗുജറാത്തിനെതിരെയും. ഇന്ന് ലക്നൌവിനെ തോൽപ്പിച്ചാൽ ചെന്നൈക്കും ഹൈദരാബാദിനും 14 പോയിന്റ് വീതമാകും. ഇതോടെ ഹൈദരാബാദ് ചെന്നൈ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് അവസാന മത്സരത്തിന് മുമ്പ് പ്ലേ ഓഫിലേക്ക് സാധ്യത കൂടും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.